ഹായ് ഹായ് റിഞ്ചി സാറേ, ഞാൻ എൻ്റെ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. ഞാൻ വീണ്ടും ചെയ്യാണ്, വീണ്ടും സ്റ്റാൻഡപ്പ് വായിക്കാണ്. എന്നെങ്കിലും വിളിക്കും എന്നൊരു പ്രതീക്ഷ. ഞാൻ വീണ്ടും തുടങ്ങണം. സ്റ്റാൻഡപ്പ് തന്നെയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫുട്പാത്തിൽ കച്ചവടം ചെയ്യുമ്പോൾ 2 വർഷം മുന്നേ സ്കിറ്റ് ചെയ്തിട്ട് അതിൻ്റെ പല ആൾക്കാരും പല രീതിയിലും വന്ന് ഫുട്പാത്തിൽ വന്നിട്ട് എന്നോട് കാര്യങ്ങൾ ചോദിച്ചു എന്നുള്ളത്. ഈ ഫുട്പാത്തും ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മേഖലയാണ് ഫുട്പാത്ത്. ഈ ഫുട്പാത്ത് കച്ചവടത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയും? അതിന് പ്രത്യേകതയുണ്ട്. അതായത് ഞങ്ങളെ പോലെ എൻജോയ് അടിച്ച് ജോലി ചെയ്യുന്ന വേറെ വിഭാഗമില്ല. അത് മറ്റേത് മേഖലയാണെങ്കിലും, കാറായാലും ഡ്രൈവിംഗ് ആയാലും കൂലിപ്പണി ആയാലും ഏത് മേഖല അവർക്ക് അവരുടേതായ ടെൻഷൻ ഉണ്ടാവും. ഞങ്ങൾക്കും ടെൻഷനുണ്ട്. പക്ഷേ ഞങ്ങളുടെ പോലെ എൻജോയ് അടിച്ച് വൈകുന്നേരം വരെ എൻജോയ് അടിച്ച് ജോലി ചെയ്യുന്ന വേറെ വിഭാഗം ഉണ്ടാവില്ല. എന്താ കാരണം എന്നറിയാമോ? ഞാൻ പറയാം. വായ്നോട്ടം. ഇത് ഇത് രാവിലെ മുതൽ വൈകുന്നേരം വരെ വായ്നോട്ടാണ്. ലൈസൻസ് ഉള്ള വായ്നോക്കിയാണെന്ന് പറയാൻ വേണമെങ്കിൽ, അതായത് ലൈസൻസ് ഒന്നുമില്ല, ഞങ്ങൾ രാവിലെ തൊട്ട് തട്ട് നിരത്തി വെക്കണു. അപ്പം ഉടുത്തൊരുങ്ങി പല രീതിയിൽ പല കളറിൽ പല വേഷം കിട്ടിയിട്ടുള്ള ആൾക്കാരൊക്കെ പോണ കാണാം. പക്ഷേ നമ്മൾ ഈ വായനോട്ട പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആസ്വദിക്കാൻ ആളില്ല എന്നുണ്ടെങ്കിൽ ഇവർ അണിഞ്ഞൊരുങ്ങി അതിന് അർത്ഥമില്ല, അല്ലേ? നമ്മൾ കാണിക്കാൻ വേണ്ടിയില്ല അവർ അങ്ങനെ അണിഞ്ഞൊരുങ്ങി വരുന്നത്, നമ്മൾ ആസ്വദിക്കാനില്ലെങ്കിലോ. അപ്പോൾ നമ്മളത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വായി നോക്കിക്കൊണ്ടിരിക്കണം. ശരിയല്ല? ഇപ്പൊ നമ്മള് കുറ്റപ്പെടുത്താൻ കുറെ ആൾക്കാരുണ്ടാവും. ഈ വായ്നോട്ടം എന്ന് പറയുന്നത് ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അവരുടെ സൗന്ദര്യം ആസ്വദിക്കാന്നുള്ളതാണ് നമ്മുടെ. ആസ്വദിക്കാൻ മാത്രമുള്ള വേറൊന്നും പോകരുത്. അത് ആസ്വദിക്കാൻ കഴിയാത്ത ആളല്ല, ശരിയല്ലേ? അതുകൊണ്ട് ഞങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇത് ആസ്വദിച്ചുകൊണ്ടിരിക്കും. അതുപോലെ ഞാൻ വേറൊരു കാര്യം, മലയാളിയിൽ വേറെ പ്രത്യേകത പറയാൻ വന്നത്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്തിനെയും കൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് പോകേണ്ടി വന്നു. മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ ഇപ്പം സാധാരണ പോലെ എനിക്ക് ഒന്നിന് മൂത്രം വയ്ക്കാൻ വേണ്ടി ഞാൻ ബാത്റൂമിൽ പോയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാര്യം ഓണക്കാലമായ പോലെ. കാര്യം എന്താണെന്ന് വെച്ചാൽ പൂക്കളായിട്ട് വെച്ചിരിക്കണം. പൂക്കൾ നിലത്തല്ല, ചമരമ്മ മുഴുവൻ പൂക്കളോ എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ. പല കളറിൽ പല ഡിസൈനിൽ പല, എന്താ പറയുക, എനിക്ക് വർണ്ണിക്കാൻ പറ്റില്ല. അത്ര സ്റ്റിക്കറുകൾ ഒട്ടിച്ചു വെച്ചിരിക്കുന്നു. ഇനി എന്ത് സ്റ്റിക്കർ എന്ന് പറയുന്നത് നിങ്ങൾക്ക്? ഈ അടിക്കപ്പടയുടെ സ്റ്റിക്കറുകൾ, അതായത് ഷെഡിര. ഇതിപ്പോൾ ഒരു ആചാരമാണ്. മെഡിക്കൽ കോളേജിലേക്ക് എപ്പോഴും എത്തിക്കഴിഞ്ഞാൽ രോഗിക്ക് മരുന്ന് വേണമെങ്കിൽ സ്പീഡിൽ വേഗം പോയിട്ട് ഒരു വന്നിട്ട് അടിയപ്പട മാറാം, ഷെഡി മാറാം. എന്നാലും പുതിയ ഇടാ ചിലപ്പോൾ തിരക്ക് പിടിച്ചപ്പോൾ ഇടാണ്ട് വന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർ വാങ്ങിയിടും. അന്ന് എന്ത് ചെയ്യും? അതെന്താ സ്റ്റിക്കർ എടുത്ത് പ്ലാസ്റ്റിക് ഇട കൊണ്ടു, അത് ചെയ്യില്ല. ഇത് ഒരു ഒട്ടടിയാണ് ചമരുമ്മ. ഇങ്ങനെ ഒരടിച്ച് ചമരം മുഴുവൻ പല കളറിൽ പല ഡിസൈനിലുള്ള പല സ്റ്റിക്കറുകൾ. ഈ ചമരത്ത് നല്ല ഭംഗിയാണ് കാണാൻ. ഇപ്പൊ ഞാൻ ഇവന്മാരും പറയുമ്പോൾ നിങ്ങൾ കരുതിയിട്ടുണ്ടായിരിക്കും ഇത് ആണുങ്ങളെ മാത്രം പരിപാടിയാണ്. അങ്ങനെയല്ല, ഇത് ലേഡീസിനുണ്ട് ഈ പരിപാടി. കാരണം എന്താന്ന് വെച്ചാൽ കറക്റ്റായിട്ട് ആ സ്റ്റിക്കർ എഴുതി വെച്ചിട്ടുണ്ട്, ലേഡീസ് പാൻറ്റീസ്. അപ്പോൾ ആണുങ്ങൾക്ക് മാത്രമല്ല സ്ത്രീകൾക്കും ഈ പരിപാടി ഉണ്ട്. വന്ന വഴി മറക്കൂല. അവർക്ക് ആ പിച്ചി പൊളിച്ച് ആ വാസ്റ്റിൽ ഉണ്ടായ പകരം ഇപ്പോഴും അവരിപ്പോഴും ഇത് പൊട്ടിക്കുക, ചെമ്പരം പഠിക്കുക, ഇത് പൊട്ടിക്കുക, ചെമ്പരം പഠിക്കുക. ഇതാണ് അവൻ്റെ പരിപാടി. ഇത് ഈ രണ്ട് കാര്യമല്ല, എനിക്ക് ഒരുപാട് കാര്യം ഇനിയും പറയാനുണ്ട്. ഏതായാലും ഇന്നത്തെ പെർഫോമൻസ് കൂടെ അവസാനിപ്പിക്കുകയാണ്. വിളിക്കുമെന്ന പ്രതീക്ഷയോട് കൂടിയിട്ട്. താങ്ക് യു.